ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. വേനൽ കടുത്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലക്ഷാമം രൂക്ഷം. പ്രതിദിനം വേണ്ടത് 2.5 ലക്ഷം ലിറ്റർ വെള്ളം. വാട്ടർ അതോറിറ്റി നൽകുന്നതിന് പുറമെ ആശുപത്രി അധികൃതർ പ്രതിദിനം ടാങ്കറുകളിൽ എത്തിക്കുന്നത് 1 ലക്ഷം ലിറ്റർ വെള്ളം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ 2 കിണറുകളും വറ്റിയതോടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജലക്ഷാമം അതിരൂക്ഷമായത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു മുൻകൈയെടുത്ത് പുറത്തുനിന്നും ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് പ്രതിസന്ധി ഒരു പരിധിവരെ നേരിടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടക്കമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും കിണറുകൾ വറ്റിയതോടെയാണ് പുറത്തുനിന്നും വെള്ളം ടാങ്കറിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായത്. 50 ഡയാലിസിസ് രോഗികൾക്കായി പ്രതിദിനം 30,000 ലിറ്റർ വെള്ളം വേണം. കൂടാതെ 200ഓളം കിടപ്പ് രോഗികൾക്കും ഒപ്പം നിൽക്കുന്നവർക്കുമായി ആവശ്യത്തിന് വെള്ളം വേണം. ആശുപത്രി മുഴുവൻ പ്രതിദിനം ക്ലീൻ ചെയ്യാനും ഉൾപ്പെടെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. കിണറുകൾ വേനൽക്കാലത്ത് വറ്റുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ആവശ്യമാണ്. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ കിണറുകളിൽ നിലവിൽ വെള്ളമുണ്ട്. ഇവിടെ നിന്നും ജില്ലാശുപത്രി ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാനും ജില്ലാ പഞ്ചായത്തിനും കത്ത് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. നിലവിൽ 2 സെന്റ് സ്ഥലം കിണർ കുഴിക്കാൻ ലഭിക്കണം. എങ്കിലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയൂ. നിലവിൽ കുഴൽക്കിണർ കുഴിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അടിഭാഗത്ത് പാറയില്ലാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു രക്ഷയുമില്ലെങ്കിൽ ചാലിയാർ പുഴയിൽ നിന്നും വെള്ളം എത്തിക്കേണ്ടി വരും. 5000 ലിറ്റർ വെള്ളം വണ്ടിയിലെത്തിക്കാൻ 2000 രൂപ ചിലവ് വരും. ഇത്തരത്തിൽ 20 ട്രിപ്പ് വെള്ളം ഒരു ദിവസം അടിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ആശുപത്രിക്ക് വലിയ ബാധ്യതയാകും. ജില്ലാ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും ഇടപെട്ട് UP സ്കൂളിലെ കിണറുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കണം. ആദിവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്ന നിലയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ട അവസ്ഥ ഉണ്ടാകും മുൻപ് ഒഴിവാക്കേണ്ടതാണ്. ആശുപത്രി അധികൃതർ അവർക്ക് കഴിയും വിധം ജലക്ഷാമ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളും നാട്ടുകാരും ആശുപത്രി അധികൃതരും. ഇക്കാര്യത്തിൽ അടിയന്തര HMC വിളിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.